മറുപടി കൊടുക്കും, തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഇസ്രായേലിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. അമേരിക്ക $7 മില്യൺ തലയ്ക്ക് വിലയിട്ട ഭീകരൻ ഇബ്രാഹിം അക്കിലിനെ തീർത്ത് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ വിറയ്ക്കുകയാണ് ഹിസ്ബുള്ള. മുതിർന്ന കമാൻഡർ ഇബ്രാഹിം അക്കിലിന്റെ മരണം സ്ഥിരീകരിച്ച ഹിസ്ബുള്ള മഹാനായ ജിഹാദി നേതാവെന്നാണ് ഇബ്രാഹിം അക്കിലിനെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചിരിക്കുന്നത്. ത്യാഗങ്ങളും വെല്ലുവിളികളും വിജയങ്ങളും എല്ലാം നിറഞ്ഞ ജീവിതമായിരുന്നു. ആ ജീവിതത്തിനൊടുവിൽ രക്തസാക്ഷികളായി മാറിയ തന്റെ സഹോദരന്മാരോടൊപ്പം അക്കിലും ചേർന്നു എന്നാണ് ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അക്കിലിന് പുറമെ 7 ഹിസ്ബുള്ള ഭീകരരുടെ മൃതദേഹങ്ങൾ കൂടി ഈ പ്രദേശത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഭീകരർ മിസൈൽ ആക്രമണം നടത്തി. അതിനു പിന്നാലെ ഇസ്രായേലിന്റെ തിരിച്ചടിയാണ് ഇതിൽ കലാശിച്ചത്. ബെയ്റൂട്ടിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇബ്രാഹിം അക്കിലിനെ കൊലപ്പെടുത്തിയത്. 2006 ശേഷം ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണിത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയാണ് എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ തലവനായിരുന്നു ഇബ്രാഹിം അക്കിൽ. കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ ഓപ്പറേഷൻ ചീഫായ ഫുവാദ് ഷുക്കറും കൊല്ലപ്പെട്ടിരുന്നു. ലെബനന്റെ കിഴക്കൻ നഗരമായ ബാൽബക്കിൽ ജനിച്ച അക്കിൽ 1980-ലാണ് ഹിസ്ബുള്ളയുടെ ഭാഗമാകുന്നത്. ലെബനനിലും സിറിയയിലും നടന്ന പല യുദ്ധങ്ങളിലും ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. 2008 മുതൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക സംഘടനയായ ജിഹാദ് കൗൺസിലിലെ അംഗമായി എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ തലവനായും ഒക്കെ പ്രവർത്തിച്ചു വരികയായിരുന്നു. ജിഹാദി കൗൺസിൽ അംഗം എന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. അതിനൊപ്പം തന്നെ റദ്വാൻ ഫോഴ്സിന്റെ തലപ്പത്തെത്തി എന്നത് പ്രത്യേക അംഗീകാരമായിരുന്നു എന്നാണ് ഹിസ്ബുള്ളയിൽ നിന്നും പുറത്തുവന്ന ഒരാൾ പറയുന്നത്. 2015 അക്കിലിനെ കൊടും കുറ്റവാളിയായി അമേരിക്ക പ്രഖ്യാപിക്കുന്നു. അക്കിലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നവർക്ക് $7 മില്യൺ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ഇബ്രാഹിം 1980-കളിലാണ് ഹിസ്ബുള്ളയുടെ ഭാഗമാകുന്നത്. രാജ്യത്തിന് പുറത്തുള്ള ആക്രമണങ്ങൾക്ക് ഇബ്രാഹിം അക്കിൽ നേതൃത്വം നൽകിയിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇബ്രാഹിമിന് പങ്കുണ്ടായിരുന്നതായും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ളകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പൊട്ടിത്തെറിച്ച് 37 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ ആക്രമണം എല്ലാ പരിധികളും ലംഘിക്കുന്നതാണ് എന്നും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നുമൊക്കെ ഹിസ്ബുള്ള തലവൻ നസറുള്ള TV പ്രസംഗത്തിൽ താക്കീതും ഭീഷണിയും മുഴക്കിയിരുന്നു. എന്നാൽ ഈ പ്രസംഗത്തിന്റെ സംപ്രേഷണ സമയത്ത് തന്നെ ഇസ്രായേലി പോർവിമാനങ്ങൾ മറുപടി കൊടുത്തു. അവർ ലെബനനിൽ വീണ്ടും ആക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ തിരിച്ചടി പ്രതീക്ഷിക്കുന്ന സാഹചര്യം തന്നെയാണ് വടക്കൻ ഇസ്രായേലിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വടക്കൻ ഇസ്രായേലിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാണ്. ഹിസ്ബുള്ളയെ പേടിച്ച് വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിപ്പിച്ചു മാറ്റിയവരെ ഉടൻ തന്നെ തിരികെ എത്തിക്കും എന്ന് അതേസമയം ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. യുദ്ധലക്ഷ്യങ്ങളിൽ ആദ്യത്തേത് ഇക്കാര്യമാണ് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രസ്താവിച്ചിരുന്നത്. ഇറാന്റെ പിന്തുണയിൽ ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകരർ ഒക്ടോബർ 7 ഭീകര ആക്രമണത്തിന്റെ അടുത്ത ദിവസമാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരംഭിച്ചത്. തുടർന്ന് ലെബനനോട് ചേർന്ന വടക്കൻ അതിർത്തിയിൽ നിന്ന് 60,000-ലധികം ഇസ്രായേലികളെയാണ് ഒഴിപ്പിച്ചു മാറ്റിയിട്ടുള്ളത്. സൈനിക നടപടിയിലൂടെ മാത്രമേ ഇനി ഇവരെ തിരികെ എത്തിക്കാൻ സാധിക്കൂ എന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവാവ് ഗാലന്റ് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ബെയ്റൂട്ടിൽ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ മരണം 34 കഴിഞ്ഞു. 450 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. സംഭവത്തിനു പിന്നിൽ മൊസാദാണ് എന്ന ഹിസ്ബുള്ളയുടെ ആരോപണം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ അതിൽ പ്രതികരിച്ചിട്ടില്ല. യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് എന്ന ഇസ്രായേലിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് തിരിച്ചടിക്കും, ശക്തമായ മറുപടി കൊടുക്കും, കാത്തിരുന്നുള്ളൂ എന്ന ഹിസ്ബുള്ളയുടെ വാക്കുകൾ മാത്രമാണ് മിച്ചം. തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.